കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിച്ച മേലുദ്യോഗസ്ഥയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. മധുരയിൽ LIC ജനറൽ മാനേജരെ കൊന്നത് സഹപ്രവർത്തകൻ. മധുരയിലെ LIC ഓഫീസ്, അവിടെ തീപിടുത്തത്തിൽ സീനിയർ ജനറൽ മാനേജർ മരിച്ചത് അത് സഹപ്രവർത്തകന്റെ ആസൂത്രണമാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. സംഭവം നടന്നത് 1 മാസം മുമ്പാണ്. ഈ സമയത്താണ് പോലീസ് അതൊരു കൊലപാതകമായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നത്. കഴിഞ്ഞ ഡിസംബർ 17-ാം തീയതി രാത്രിയാണ് മധുര റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ LIC കെട്ടിടത്തിന്റെ 2ാമത്തെ നിലയിൽ ഒരു തീപിടുത്തമുണ്ടാവുന്നത്. ആ അപകടത്തിൽ സീനിയർ ജനറൽ മാനേജറായിട്ടുള്ള കല്യാണി നമ്പി അവർ മരിച്ചു. 56 വയസ്സായിരുന്നു ആ സ്ത്രീയുടെ പ്രായം. സഹപ്രവർത്തകനായിട്ടുള്ള റാം അയാൾക്കും ഗുരുതരമായി പൊള്ളലേറ്റു. ഈ കല്യാണി നമ്പിയെ അവരുടെ ക്യാബിനുള്ളിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഇയാൾ. പോളിസി ഉടമകൾക്കുള്ള മരണാനന്തര നഷ്ടപരിഹാരം അത് തീർപ്പാക്കുന്നതിനെ ചൊല്ലി ഒരു തർക്കം നിലനിന്നിരുന്നു. ആ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയത്. ഏതാണ്ട് 40-ലധികം ഫയലുകൾ ഈ പറയുന്ന റാം വളരെ കാലമായി തീർപ്പാക്കാതെ വെച്ച് താമസിപ്പിച്ചിരുന്നു. ഇൻഷുറൻസ് ഏജന്റുമാർ ഉൾപ്പെടെ പരാതിയുമായി രംഗത്തെത്തി. ഇത് സമയബന്ധിതമായി എല്ലാ ഫയലുകളും തീർപ്പാക്കണമെന്ന് അങ്ങനെ ഈ സീനിയർ ജനറൽ മാനേജറായിട്ടുള്ള കല്യാണി സഹപ്രവർത്തകനായിട്ടുള്ള റാമിനോട് കർശന നിർദ്ദേശം നൽകുകയാണ്. ഇതേ തുടർന്ന് റാമൻ എന്ത് സംഭവിച്ചു? എല്ലാ ദിവസവും കൂടുതൽ മണിക്കൂർ ഇരുന്ന് ജോലി ചെയ്യേണ്ടി വന്നു. അയാൾ ക്ലെയിം ഫയലുകൾ നശിപ്പിക്കാൻ അത്തരത്തിലാണ് പദ്ധതിയിടുന്നത്. അങ്ങനെ ഡിസംബർ 17-ാം തീയതി രാത്രി മറ്റ് ജീവനക്കാരൊന്നുമില്ലാത്ത സമയത്ത് ഈ കല്യാണി എന്ന മേലുദ്യോഗസ്ഥരുടെ മുറിയിലെ ഫയലുകൾ റാം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. അതിനുശേഷം അവർ ഇരുന്ന ആ ചേംബർ പുറത്തുനിന്ന് പൂട്ടി. ഉള്ളിൽ കുടുങ്ങിയ കല്യാണി പൊള്ളലേറ്റ് അതിദാരുണമായി മരിക്കുകയായിരുന്നു. ഈ ഫയലുകളിൽ പെട്രോൾ ഒഴിച്ചപ്പോൾ റാമിന്റെ ദേഹത്തേക്കും പെട്രോൾ വീണു. അങ്ങനെ ആ തീ കൊളുത്തുന്ന സമയത്ത് അയാളുടെ ശരീരത്തിലും പൊള്ളലേറ്റു. അങ്ങനെയാണ് ചികിത്സ തേടേണ്ടി വന്നത്. ഇതൊരു സാധാരണ തീപിടുത്തം മാത്രമെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. പക്ഷേ മുഖംമൂടി ധരിച്ച ഒരാൾ ഈ കല്യാണി നമ്പിയുടെ ആഭരണങ്ങൾ കവർന്നെടുത്ത് തീ കൊളുത്തി. അങ്ങനെ ഒരു കഥ ഈ റാം കെട്ടിച്ചമച്ചു. അവിടെയാണ് പോലീസിന് സംശയം തോന്നുന്നത്. അങ്ങനെ അന്വേഷണം റാമിലേക്ക് കൂടുതൽ കേന്ദ്രീകരിച്ചു. ഇയാൾക്കെതിരെ പോലീസ് ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചു. ഈ പൊള്ളലിന്റെ ചികിത്സയിലാണ് ഇപ്പോഴും അയാൾ. എന്താണെങ്കിലും റാമിനെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തു. സർക്കാർ രാജാജി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള ഒരു കൊലപാതകം, ആരെയും അമ്പരപ്പിച്ചു. ആ കൊലപാതകം ഇതൊരു തീപിടുത്തം മാത്രമായിരുന്നില്ല, അതൊരു ആസൂത്രിത കൊലയായിരുന്നു എന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.